ഞാൻ ഒരു കണ്ടിരുന്നു അച്ഛന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്ന വീഡിയോ ചെയ്തായിരുന്നു. ഒരു കുട്ടി ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു, ഇതെനിക്ക് ചേട്ടൻ്റെ അടുത്ത് പറയണമെന്ന് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ അച്ഛൻ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. പെങ്കൊച്ചാണ്. അപ്പോൾ ഞാൻ അച്ഛനും അങ്ങനെ ഇതുവരെയും ഗിഫ്റ്റ് ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല, ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ആ കുട്ടി പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ അച്ഛന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്കാണ് ശമ്പളം കിട്ടുമ്പോഴൊക്കെ, സാലറി കിട്ടുമ്പോൾ അമ്മയ്ക്കാണ് എന്തെങ്കിലും സാരിയോ അതൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. അച്ഛൻ അങ്ങനെ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ പറ്റി ഓർമ്മ വന്നു. എനിക്ക് അച്ഛനെ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഷർട്ടും ഒരു ഹെഡ്സെറ്റും ചെരുപ്പും മേടിച്ച് അച്ഛനെ കൊണ്ട് കൊടുത്തു. അവർക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് ആ അച്ഛൻ്റെ ഫേസ് ആണെന്ന് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പ്രേമിക്കുന്നതൊക്കെ നല്ല, ലൈഫിൽ ഒരു വേണേലൊക്കെ പ്രേമിച്ചിരിക്കണം. പക്ഷെ അവരാണ് വലുതെന്നും പറഞ്ഞ് നിൽക്കരുത്. ഒരു നിമിഷം അമ്മേനെ അച്ഛനെയൊക്കെ പറ്റി ഒന്ന് ചിന്തിക്കുക അല്ലേ. അവരത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരികയല്ലേ നമ്മളെ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് തറയെ പോലും വെക്കാതെ ഇങ്ങനെ, മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ അമ്മയ്ക്കും അച്ഛനും മെയിൻ ആണല്ലോ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആരുടെങ്കിലും ഒക്കെ അങ്ങ് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. അതിനൊരു നാണക്കേടും വിചാരിക്കണ്ട. സംസാരിക്കുക, എന്തെങ്കിലും സംസാരിച്ച് തീരാത്ത ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് അല്ലേ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. സാധാരണ ഒരു വീട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ, അല്ല അതിന് താഴെയുള്ള ഒരു ഫാമിലി എന്താണ് സംഭവിക്കുന്ന അത്ര കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളൂ. അല്ലാതെ മറ്റൊരാൾ ജീവിക്കുന്ന ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നില്ലല്ലോ. നമുക്കുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. 1,00,000 രൂപ സാലറി കിട്ടുന്നവന് 50,000 രൂപയുടെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം. 10,000 രൂപ സാലറി കിട്ടുന്നവന് 30 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരെ അത് നല്ല എഫേർട്ട് ഇട്ടാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, അത് മേടിച്ച് കഴിക്കുക, ചിരിച്ചാൽ. സിനിമ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ജീവിതം വെച്ചുള്ള കളിയാണ്. നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ എല്ലാവരും പൈസ ഏൺ ചെയ്യുന്നൊരു പ്രായം എന്ന് പറയുന്നത് ഒരു 20 വയസ്സിനും 25 വയസ്സിനൊക്കെ ഇടയ്ക്ക് വെച്ച് ബോയ്സിൻ്റെ ലൈഫ് സെറ്റിൽ ആയാൽ മാത്രമേ അവർക്ക് അവർക്കും അവരുടെ ഫാമിലിക്ക് നല്ലൊരു സംഭവം ഉണ്ടാവുള്ളൂ, നല്ലൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. ആ ഒരു പ്രായത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിനിമയെന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ നമുക്ക് ആരെയും അറിയത്തില്ല. സിനിമ ഫീൽഡിലുള്ള ആരും നമുക്കറിയത്തില്ല, നമ്മളെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അത് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ലൈഫ് റിസ്ക് വെച്ചേ ചെയ്യത്തുള്ളൂ. തന്തവൈബ് എന്ന് പറയുമ്പോൾ അത് തന്തവൈബല്ല, മെച്യൂരിറ്റി ആണ്. ഇതൊക്കെ തന്തവൈബ് എന്ന് തന്നെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന ടൈം വരും. അപ്പൊ അവര് വിഷമിക്കും. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ പണിയാണ്. ഞാൻ ഈ ഡയറക്ഷനും കാര്യങ്ങളൊന്നും പഠിക്കാൻ പോയിട്ടില്ല, അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഞാനൊരു നല്ലൊരു ആക്ടറാവും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അഹങ്കാരം പറയുന്നല്ല, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എൻ്റെ ഡയറക്ഷനാണ്. എനിക്കത് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്നതാണ് എൻ്റെ സിനിമ. എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട വിഷ്വൽസ് ആണ് നിങ്ങൾ എല്ലാവരും റീൽസിൽ കൂടെ കാണുന്നത്. ഞാനിത് ചെയ്യുന്നത് ഏതെങ്കിലും ഡയറക്ടേഴ്സ് കാണാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ സെൽഫിഷായിട്ട് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം. ഏതെങ്കിലും ഒരു ഡയറക്ടർ കാണുക, എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. സിനിമ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സിനിമ ഭ്രാന്തനാണ് ഞാൻ. സത്യമായിട്ടും എപ്പോഴും അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അത് നടക്കുമായിരിക്കും എപ്പോഴും, എനിക്കത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജിങ്കാനയുടെ സെറ്റിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ചാൻസ് വെച്ചൊക്കെ പോയിട്ടുണ്ട്. കിട്ടിയില്ല. അല്ല, ഇത്രയധികം നന്നായി സംസാരിക്കൊണ്ട് ചോദിക്കുക. ഇപ്പം ലൈഫിൽ ഇപ്പൊ ഓരോ ദിവസവും ഓരോരുത്തർക്ക് ബ്രേക്കപ്പ് അത് കോമൺ ആയിട്ട് വരികയാണ്. ഇപ്പൊ അത് എടുക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ നെക്സ്റ്റ് എന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിച്ചു. എന്നാൽ വളരെയധികം 100% ഇട്ടിട്ട് ബ്രേക്കപ്പ് സംഭവിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യാതിരുന്നാൽ മതി. പ്രേമിച്ചോ കുഴപ്പമില്ല, എല്ലാവരും പ്രേമിക്കുന്നതൊക്കെ നല്ല, ലൈഫിൽ ഒരു വേണേലൊക്കെ പ്രേമിച്ചിരിക്കണം. പക്ഷെ അവരാണ് വലുതെന്നും പറഞ്ഞ് നിൽക്കരുത്. കാര്യം ഇന്ന് ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് അവരെ പ്രപ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ടു, പ്രേമം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസമൊക്കെ അവർ ഭയങ്കര ടോപ്പായിരിക്കും. അവർക്ക് നമ്മളും അങ്ങനെ ആയിരിക്കും. അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇത്ര ഉള്ളപ്പോൾ തൊട്ട് നമ്മളെ നോക്കി വളർത്തി ഇത്രയാക്കിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ബാക്കിലുണ്ട്. അവരെ പറ്റി ചിന്തിക്കുക. ഒരു നിമിഷം അമ്മേനെ അച്ഛനെയൊക്കെ പറ്റി ഒന്ന് ചിന്തിക്കുക അല്ലേ. അവരെ പറ്റി ഒന്ന് ചിന്തിക്കുക. അവർ നമ്മളെ വളർത്താൻ ഇടയായ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നൂല. അത്രേ ഉള്ളൂ. ആരുടെങ്കിലും അവരത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരികയല്ലേ നമ്മളെ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് തറയെ പോലും വെക്കാതെ ഇങ്ങനെ, മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ അമ്മയ്ക്കും അച്ഛനും മെയിൻ ആണല്ലോ. അപ്പോൾ അവരത്രയും നമ്മളെ കൊണ്ടുവന്ന് അത്രയും വളർത്തി ഒരുപാട്, നിങ്ങൾ വലുതായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് കൊണ്ട് തരണം എന്നൊന്നും അവർക്ക് സത്യം പറഞ്ഞ ആഗ്രഹം കാണത്തില്ല. അമ്മയും അച്ഛനും ഒക്കെ വഴക്ക് പറയുമ്പോൾ മക്കൾക്ക് തോന്നും, ഞാൻ പോയി ജോലി ചെയ്തത് നിങ്ങൾക്ക് തിന്നാനല്ലേ എന്നൊക്കെ മക്കൾ ചിന്തിക്കും. പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും കാണത്തില്ല. നാളെ നമ്മളില്ലെങ്കിലും
നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, ഓക്കെ ആയിട്ടിരിക്കണം, വേറൊരാളുടെ മുമ്പ് കൈ നീട്ടല്ലേ എന്നൊരു ആഗ്രഹത്തിലായിരിക്കും ഒരു വഴക്ക് പറയുന്നത്. അപ്പോൾ അത്രയും കെയർ ചെയ്ത് നോക്കുന്ന വീട്ടുകാരെ ഓർക്കാതെ ഒരു ഇന്നലെ കണ്ടൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനം എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് യോജിപ്പില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അമ്മേനെ ഓർക്കും. അപ്പം അതൊന്നുമില്ല. പ്രേമിച്ചിട്ട് പോയ പെണ്ണോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കാണാത്തോണ്ടാണ്. ഉറപ്പായിട്ടും ഒരാളിൽ മാത്രം അങ്ങ് ഒതുങ്ങി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഇൻബോക്സ് തുറക്കും, ചേട്ടാന്ന് വിളിക്കും, ഞാൻ എന്താ മോളെ എത്ര പേരുണ്ട്, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഓക്കെ അവിടെ അങ്ങനെ പോവും. വെറുതെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആരുടെങ്കിലും ഒക്കെ അങ്ങ് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. അതിനൊരു നാണക്കേടും വിചാരിക്കണ്ട. സംസാരിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് സംസാരിച്ച് തീരാത്ത ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ലൈഫിൽ ഒരാളെങ്കിലും അങ്ങനെ സംസാരിക്കാൻ ഒരാളായിട്ട് ഉണ്ടാവണം. ചിലപ്പോ അങ്ങനെ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അങ്ങനെ ഇല്ലാത്തതാ, കയ്യിലിരിപ്പോണ്ടായിരിക്കും അങ്ങനെ ഇല്ലാതായിരുന്നു. സത്യമായിട്ടും അല്ലേടാ? ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് ഒരാൾ ഭയങ്കരമായിട്ട് നമ്മളെ ജനിക്കുമ്പോൾ തൊട്ട് ആരെയും ഹേറ്റും കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മുടെ രീതി എങ്ങനെയാണോ അതേ കാര്യം നമ്മൾ ചെയ്യുന്നത് ഇങ്ങോട്ടും കിട്ടുള്ളൂ. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തിന് ആർക്കും ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും സ്നേഹമായിട്ട് പെരുമാറുക. ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുമ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജിലൂടെ അവരുടെ ലൈഫ് പറയാറുണ്ട്. അത് കോണ്ടന്റ് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് ഒരുപാട് ആൾക്കാർ ഇനിയിപ്പോ റീസെന്റ് ആയിട്ട് കുട്ടി മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ അങ്ങനെ മെസ്സേജ് വായിക്കുന്നതല്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് ടൈം കിട്ടുമ്പം മെസ്സേജ് ഒക്കെ ഒരുപാട് അയച്ചപ്പം ഞാൻ നോക്കി. ഒരു കുട്ടി എനിക്ക് ആരെന്ന് പറയുന്നില്ല, ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ ഫസ്റ്റ് ടൈം ആ കുട്ടി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഒരു കണ്ടന്റ് ചെയ്തായിരുന്നു, അച്ഛന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്ന വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് അങ്ങനെ ഞാൻ ഉപയോഗം ഉണ്ടാവുന്നേ ഉണ്ടായിക്കോട്ടെ. എനിക്ക് സിനിമയാണ് ആഗ്രഹം, എനിക്ക് ഇപ്പോഴായാലും സിനിമയിൽ അഭിനയിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അത് ട്രൈ ചെയ്യാൻ എനിക്ക് അതിനെ ഒരു സപ്പോർട്ട് ചെയ്തവരിക്കും ഫീൽഡിലുള്ള ആരും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ആകെയുള്ള പിടിവള്ളി യൂട്യൂബ് ചാനലും ഷോർട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീഡിയോ ചെയ്യും, അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൾക്കാർ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന മെസ്സേജാണ്. ഈ ഒരു കുട്ടി ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു, ഇതെനിക്ക് ചേട്ടൻ്റെ അടുത്ത് പറയണമെന്ന് ഉണ്ടായിരുന്നു, വേറൊന്നുമല്ല, ഞാൻ അച്ഛൻ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, പെങ്കൊച്ചാണ്. അപ്പോൾ ഞാൻ അച്ഛന് അങ്ങനെ ഇതുവരെയും ഗിഫ്റ്റ് ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ആ കുട്ടി പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ അച്ഛന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്കാണ് ശമ്പളം കിട്ടുമ്പോഴൊക്കെ, സാലറി കിട്ടുമ്പോൾ അമ്മയ്ക്കാണ് എന്തെങ്കിലും സാരിയോ അതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അച്ഛൻ അങ്ങനെ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ പറ്റി ഓർമ്മ വന്നു, എനിക്ക് അച്ഛനെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ സാലറിക്ക് ഞാൻ അച്ഛന് ഷർട്ടും ഒരു ഹെഡ്സെറ്റും ചെരുപ്പും മേടിച്ച് അച്ഛനെ കൊണ്ട് കൊടുത്തപ്പോൾ അച്ഛൻ കരഞ്ഞില്ല. ബട്ട് അത് മേടിച്ചപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടം സന്തോഷം എല്ലാം കൊച്ചു കണ്ടെന്നും, അത് ആ കുട്ടിക്ക് ലൈഫിൽ ഒരിക്കലും ആ കുട്ടി അവർക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് അച്ഛൻ്റെ ഫേസ് ആണെന്ന് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ അടുത്ത് പുള്ളി ആ കുട്ടി പറഞ്ഞു, ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ സന്തോഷിക്കുന്നെന്ന് ചേട്ടൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു അച്ഛൻ സന്തോഷിച്ചെങ്കിൽ വലിയ കാര്യം. ഞാനത് എൻ്റെ അമ്മയ്ക്ക് ആ കുട്ടി വോയിസ് മെസ്സേജ് അയച്ചത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. നാട്ടുകാരൊക്കെ കേക്കട്ടെ, ഇതങ്ങനെ കേക്കട്ടെ. പക്ഷെ ആദർശിന്റെ വീഡിയോ മറ്റുള്ളവരുടെ ലൈഫിൽ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അത് ചെറുതല്ല, ഒരു മാറ്റം കൊണ്ടുവന്നില്ലേ. അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൂടെ അതൊരു ചേഞ്ച് വരാന്ന് പറയുന്നതും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ ആദർശം അത് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയല്ലേ? ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ആളുകൾ, ഞാനിത് ചെയ്യുന്നത് ഏതെങ്കിലും ഡയറക്ടേഴ്സ് കാണാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ സെൽഫിഷായിട്ട് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം. ഏതെങ്കിലും ഒരു ഡയറക്ടർ കാണുക, എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക്, കാര്യം ഇങ്ങനത്തെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ ലൈഫിൽ, ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ആൾക്കാർ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആദർശിന് സിനിമ ഒരു വലിയ ഡ്രീമാണെന്ന് എനിക്ക് അറിയാം. സിനിമ അല്ലാതെ ഏറ്റവും വലിയ ഡ്രീം എന്താ? സിനിമ അല്ലാതെ എനിക്കൊരു ഡ്രീമും ഇല്ല. അല്ല, അമ്മേനെ കുറച്ച് ഓക്കെ ആക്കി അമ്മയെ ഞാൻ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കണം. എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് എന്നെ ഇപ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാ. പറയുന്നതിന് എനിക്ക് ഒരു നാണക്കേടുമില്ല. കാര്യം ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ടൈമിലൊക്കെ മുട്ടയൊക്കെ കഴിക്കണം. മുട്ടയും 16 മുട്ട 16 മുട്ട, 1 കിലോ ചിക്കൻ, ചിലവാണ്, ഭയങ്കര ചിലവാണ്.
അതൊക്കെ കഴിക്കാതിരുത്ത് അതൊക്കെ മേടിക്കണം. ഇപ്പൊ ഇത് പ്രൊമോഷനൊക്കെ മന്ത്ലി ഒരു വർക്കൊക്കെ കിട്ടാറുള്ളത്. മന്ത്ലി 1-2 വർക്ക് കിട്ടുമ്പോൾ അതൊക്കെ ആ വഴിക്ക് പോകും. വീട്ടിൽ ലോൺ ഉണ്ട് അതുകൊണ്ട് അപ്പൊ അതൊക്കെ ആ വഴിക്ക് പോകുന്നതുകൊണ്ട് സമയത്തിന്റെ പൈസ ഒന്നും കാണത്തില്ല. അപ്പൊ ഞാൻ വിളിച്ചിട്ടാ ഒരു 100 രൂപ അയച്ചോടാ, 100 രൂപ അയച്ചോടാ, ഓക്കെ ഒരു ദിവസം 100 രൂപ, പിറ്റേ ഒരു 500 രൂപ വേണം, അത് മേടിക്കണേ. ഏതാ ഇവന്റെ അടുത്ത് എല്ലായിടത്തും ഇവൻ എന്റെ കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് എല്ലായിടത്തും ചോദിക്കൂല. എനിക്ക് ഭയങ്കര എന്റെ കംഫർട്ട് സോൺ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, അവരുടെ അടുത്ത് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. അപ്പൊ അവരുടെ അടുത്ത് വിളിച്ചിട്ടാ എനിക്ക് പൈസ അയച്ചോടാ, എന്ത് മുട്ട മേടിക്കാൻ, പിറ്റേ ദിവസം പൈസ അയച്ചോടാ, എന്ന് ഞാൻ പാല് മേടിക്കാൻ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അതിലൊന്നും അത് മാത്രമല്ല, എന്താ പറയാ, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നപ്പം എന്താ പറയാ, ഇവനാണെല്ലാം അവൻ അങ്ങനെ ഇവരാരും പൈസ നോക്കിയിട്ട് ഫ്രണ്ട്സിനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ഇവന് ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ അവന്റെ താത്താടെ കൊച്ചിന്റെ വെറുതാളായിരുന്നു. അപ്പൊ അതുപോലെ വേണമെന്ന് വെച്ചിട്ടാണ് അവൻ എന്നോട് വന്നത്. വേണമെന്നില്ല, അവ അതിന് പോലും അല്ല, ഞാൻ നിന്നെ പൊക്കുന്നല്ല കേട്ടാ, നീ അങ്ങനെ നല്ലതല്ല, എന്നാലും ഞാൻ പറയാനുള്ള പറയണമല്ലോ, നീ സൂപ്പർ ഒന്നും അല്ല കേട്ടാ, അല്ല ഞാൻ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് അവൻ എന്നോട് വരണമെങ്കിൽ എന്നെക്കാട്ടിയും കൂടുതൽ ഞാൻ കയറി വരണമെന്ന് ആഗ്രഹിക്കുന്ന അവനായതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നാളെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് പല സമയങ്ങളിലും എനിക്ക് തിരിച്ച് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ അവരെന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാൻ കാണത്തില്ലാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നാളെ ഒരു സമയത്ത് എനിക്ക് അവർ ചോദിക്കാതെ തന്നെ അവരെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ, ഞാൻ ഇപ്പോഴും അങ്ങനെ നമുക്കിടയിൽ ഒരിക്കലും ഒരു പൈസ കണക്കോ കാര്യങ്ങളോ, എൻ്റെ കൂടെ എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും എടുക്കുകയാണ് ഞാൻ, അതിനിടെ ഇന്നേ വരെ ഒരു പൈസ വിഷയമൊന്നും വന്നിട്ടില്ല. എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള അതാണ് എൻ്റെ ഡ്രീം. എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യണം, എൻ്റെ അമ്മേനെ നല്ലോണം നോക്കണം. എനിക്ക് ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഫാമിലി എനിക്ക് വലുതാണ്. അപ്പോൾ എനിക്ക് ഫാമിലിക്കകത്ത് ഒരുപാട് പേരുണ്ട്. അമ്മ, മാമൻ, മൂത്തേമ്മ, അപ്പ, കുഞ്ഞ, ചിറ്റപ്പൻ, അങ്ങനെ ഒരുപാട് മാമി, അങ്ങനെ എനിക്ക് ഒരുപാട് ഒരു സർക്കിളുണ്ട്. എൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ എല്ലായിടത്തും എന്ത് വിഷമം ഉണ്ടെങ്കിലും, എൻ്റെ മാമിയുടെ അടുത്തൊക്കെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടൊക്കെ മാമി എന്ന് പറഞ്ഞാൽ മാമൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വൈഫ്. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ കരയപ്പോഴൊക്കെ മാമി എന്നിട്ട് എന്ത് പറ്റിയോ, മാമി എനിക്ക് വയ്യ മാമി. അപ്പൊ അവരെല്ലാം എന്നെ കേൾക്കുന്ന ആൾക്കാരാ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാ. ഞാൻ ദേഷ്യപ്പെടും പെട്ടെന്ന്, വീട്ടിലെ ഭയങ്കര ഷൗട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ അത്രയും ഞാൻ ഷൗട്ട് ചെയ്തിട്ടും അതിൻ്റെ ഒന്നും ഒരു ഹേറ്റും എൻ്റെ അടുത്ത് വെക്കാതെ എൻ്റെ അടുത്ത് പെരുമാറുന്ന ആൾക്കാരാ. എനിക്ക് അവരെയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. വരുമായിരിക്കും, അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് സംഭവം. എനിക്ക് അവരെയൊക്കെ എന്റെ ഡ്രീം, അത് ഡ്രീമല്ല, അതൊരു എന്താ പറയാ ലക്ഷ്യം, അതൊരു ലക്ഷ്യവും അങ്ങനെയല്ല, അതെന്റെ കടമയാണ്. ഞാൻ വീണ് കിടന്ന സമയത്ത് എന്നെ പിടിച്ച് നിർത്തിയ ആൾക്കാരെ തിരിച്ച് സഹായിക്കുക എന്നുള്ളൊരു സംഭവമല്ല. എനിക്കിഷ്ടമാണ് അവരെ, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെ സഹായിച്ചുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം അങ്ങനെയല്ല. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാളെ അവരെ എന്നെ പോലെ തന്നെ ഞാൻ നാളെ എന്താവുന്നു, അല്ലെങ്കിൽ നാളെ ഞാൻ എന്താവുന്നു, അതേ ഒരു എഫക്റ്റ് അവർക്കും ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് റെയർ ആട്ടോ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. അതെനിക്കറിയില്ല, എനിക്ക് അങ്ങനത്തെ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കൂട്ടുകാരെല്ലാവരും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് അല്ലേ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ അതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്ന നേരത്തെ എന്റെ അടുത്ത് പറയും, നീ അവിടെ പോയിട്ട് എന്നെ പെമ്പുള്ളിട്ട് വഴക്ക് നീ വഴക്ക് പറയല്ലേ, നീ വെറും അഴുക്കേട് കാണിക്കല്ലേ. ഞാൻ പറയും ഇല്ലടാ ഒന്നും പറയില്ല, എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ടും വരും കേട്ടോ അല്ലേ, എത്ര കിട്ടിയാലും ആള് വരും. അവൻ എന്നെ അറിയാം. അത് ഞാനല്ല. അത് അഭിനയിക്കുന്ന സമയത്ത് ഒരു റീൽസോ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഞാൻ ചൂടാവുന്നുണ്ടെങ്കിൽ അത് ആക്ഷനും കട്ടും പറയുന്നതിന് ഇടയ്ക്കുള്ള ചൂടാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലെന്ന് അവനറിയാം. അതെ, അവനെന്നല്ല അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതല്ല അവൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ കാണിച്ചതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ വേണമെന്നാണ്. അങ്ങനത്തെ ആളുകളെ കിട്ടാണ് ഉറപ്പായിട്ടും. അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാര്യങ്ങളൊന്നും ഇല്ല, സോറി പറയേണ്ടി വരത്തില്ല, സോറി ഒന്നും പറയൂല. ഇല്ല അല്ലേ, സോറി താങ്ക്സ് സോറി ഒന്നും പറയില്ല, ഒരു പ്രശ്നമില്ല. അവ എനിക്കിപ്പോ എന്ത് വലിയൊരു എമൗണ്ട് എന്തെങ്കിലും മേടിച്ചു തന്നാ താങ്ക്സ് അതൊന്നുമില്ല, ശരി, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു, അത്രേ ഉള്ളൂ.
അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. ഇല്ല. സോറി ഒന്നുമില്ല, ആർക്കിടയിലും ഇല്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുമ്പോ എങ്ങനെയാണ്, പക്ഷെ അത് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, പലർക്കും അത് കിട്ടാറില്ല കേട്ടോ. ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാർ അത് കിട്ടാറില്ലെന്ന് വെച്ചാൽ അവരങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ, അതെനിക്കറിയില്ല. അങ്ങനെയാണ്, എല്ലായിടത്തും ആളില്ലല്ലോ. അല്ല, അത് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക, നല്ല ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. വീണു പോയി കഴിഞ്ഞാൽ കൈ പിടിക്കാനെങ്കിലും, പൈസ കൊണ്ടല്ല, ഫിനാൻഷ്യലി അല്ല, നമ്മളെ ആശ്വസിപ്പിക്കാനെങ്കിലും ആൾക്കാരാണ്. ഞാൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയടാ എനിക്ക് ഭയങ്കര വിഷമമാകുന്നു, ഞാൻ അങ്ങനെ ഇനി എത്തൂലേ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടല്ലേ. ലൈഫല്ലേ, നമ്മൾ ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയാണ് ഈ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ജീവിതം വെച്ചുള്ള കളിയാണ്. നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ എല്ലാവരും പൈസ ഏൺ ചെയ്യുന്നൊരു പ്രായം എന്ന് പറയുന്നത് ഒരു 20 വയസ്സിനും 25 വയസ്സിനൊക്കെ ഇടയ്ക്ക് വെച്ച് ബോയ്സിന്റെ ലൈഫ് സെറ്റിൽ ആവണം. ആയാൽ മാത്രമേ അവർക്ക് അവർക്കും അവരുടെ ഫാമിലിക്ക് നല്ലൊരു സംഭവം ഉണ്ടാവുള്ളൂ, നല്ലൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. ആ ഒരു പ്രായത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിനിമയെന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ നമുക്ക് ആരെയും അറിയത്തില്ല, സിനിമ ഫീൽഡിലുള്ള ആരും നമുക്കറിയത്തില്ല, നമ്മളെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അത് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ലൈഫ് റിസ്ക് വെച്ചേ ചെയ്യത്തുള്ളൂ. 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ജോലി ചെയ്തിട്ട് എന്താ പറയുക, ഭയങ്കര പൈസ സമ്പാദിച്ച് സേവിങ്സ് ഒക്കെ വെച്ച് നല്ലൊരു കല്യാണമൊക്കെ കഴിക്കുക എന്നുള്ളത് പറയുന്നത് ബുദ്ധിമുട്ടാണ്. 30 വയസ്സിന് കഴിഞ്ഞാൽ ഇവരൊന്നും പെണ്ണു പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? 30 വയസ്സ് കഴിഞ്ഞ് പെണ്ണിട്ടില്ല എന്നൊരു സാധനം ഉണ്ടോ? എനിക്ക് കിട്ടും, അവർക്ക് കിട്ടൂല. അതെന്താ അങ്ങനെ? ഇപ്പൊ തന്നെ അവനൊന്ന് നോക്കിയ അവൻ എത്ര ഇപ്പൊ തന്നെ സുന്ദരൻ, അവന് എത്ര വയസ്സുണ്ട്? അവൻ എത്ര വയസ്സുണ്ട് ഗസ് ചെയ്ത്? ഐ തിങ്ക് ഒരു 28 വയസ്സുണ്ട്. 4 എന്റെ പ്രായമുള്ളവന്. ഞാൻ ഏജ് കൂട്ടിയപ്പോ ആൺകുട്ടികളെ 30 കഴിഞ്ഞാലും ഭയങ്കര സുന്ദരന്മാരായിരിക്കും. അല്ല, 30 നമ്മള് ഒരു ഫിനാൻഷ്യലി ഓക്കെ ആവണ്ടേ, സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെ ആവണ്ടേ, നമുക്കൊന്നും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ആ ടൈമിൽ അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ വലിയ കാട് കയറി പോയതല്ല. നമ്മൾ ഒരു ആഗ്രഹത്തിന്റെ പിറകെ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് പോകുമ്പോൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. മനസ്സിലായി. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇപ്പൊ ഈ സിനിമയിൽ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവും. ഈ ആൺകുട്ടികളുടെ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന്റെ പ്രാരാബ്ദം തലയിലെടുക്കുക, പഠിക്കുക, ഈ ജോലി, ഇത്ര വയസ്സുള്ളിൽ സെറ്റിൽഡ് ആവുക, കല്യാണം, ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ തലയിലോടാറുണ്ടോ? ഐ മീൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാ നിങ്ങൾ? അതുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് പ്രഷർ ചെയ്യുന്ന വീട്ടുകാരില്ലെങ്കിൽ ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വീട്ടുകാർ കൊടുത്തില്ലെങ്കിൽ ഓക്കെയാണ്. എന്റെ വീട്ടില് അങ്ങനെ ഭയങ്കര പ്രഷറൊന്നും ഇല്ല. അതൊന്നും അങ്ങനെയല്ല. അത് എന്താ പറയാ, അമ്മ വല്ലപ്പോഴും ഇവിടെ ഗ്യാസ് തീർന്നടാ, പൈസ ഉണ്ടാ, എത്ര അമ്മ? 2000 രൂപ. ഓ ഉണ്ടാക്കി കൊടുക്കും. എടാ കറണ്ട് ബില്ല് അടയ്ക്കണോടാ, ഉണ്ടാടാ. ഞാൻ പറയും ഓ, ഇല്ലെങ്കിൽ എടാ നിന്റെ ഉണ്ടാടാ. ഓക്കെ, അങ്ങനത്തെ സംഭവം. ഒരു സാധാരണ ഒരു വീട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ, അല്ല അതിന് താഴെയുള്ളൊരു ഫാമിലി എന്താണ് സംഭവിക്കുന്ന അത്ര കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളൂ. അല്ലാതെ മറ്റൊരാൾ ജീവിക്കുന്ന ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നില്ലല്ലോ. നമുക്കുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഓ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? അങ്ങനെയല്ല, അങ്ങനെയാണ്. നമ്മള് ബാക്കിയുള്ളവരെ കണ്ടിട്ട് അവരെ ഒരുപാട് സ്വപ്നം കാണാതിരുന്നാൽ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ചില വീടുകളിൽ ചില ആൾക്കാർക്ക് സാലറി കിട്ടുമ്പോൾ മാസം മേടിച്ചു കൊടുക്കുന്നത്, ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കുന്നത് ചിലപ്പം 1,00,000 രൂപയുടെ ഒരു സംഭവമായിരിക്കും. ചില വീടുകളിൽ മേടിച്ചു കൊടുക്കുന്നത് 100 രൂപയുടെ സാധനമായിരിക്കും. രണ്ടിനും ഈക്വൽ വാല്യൂ ആണ്. അത് എങ്ങനെ വാങ്ങിക്കൊടുക്കുന്നു? 1,00,000 രൂപ സാലറി കിട്ടുന്നവന് 50,000 രൂപയുടെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം. 10,000 രൂപ സാലറി കിട്ടുന്നവന് 30 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരത് നല്ല എഫേർട്ട് ഇട്ടാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, അത് മേടിച്ച് കഴിക്കുക, ചിരിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അത്രേ. അങ്ങനെ അങ്ങ് ബാലൻസ് ചെയ്ത് പോയാൽ മതി, ഒരുപാട് ആഗ്രഹിക്കാതിരുന്നാൽ. 30 വയസ്സിനുള്ളിൽ എന്തായാലും കല്യാണം നടക്കുന്ന അറിയാം. ആദർശിന് കോൺഫിഡന്റ് ഉണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണമെന്നില്ല. എങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആദർശിന്. ഇത്രയധികം ആദർശം ഓരോ കാര്യം കുറിച്ച് വാചാലനാവുന്നു. എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. കല്യാണം കഴിക്കണമെന്നേ എനിക്കില്ല ഇപ്പൊ. അതെന്താ? ഇപ്പൊ എല്ലാവരും കല്യാണം കഴിക്കുന്നില്ല ഡിസിഷനിൽ വരുന്നു. വൈ? അതൊരു കോണ്ടന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് കല്യാണം കഴിക്കണമെന്നില്ല. ഈ സിനിമ ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പല കാര്യങ്ങളും വേണമെന്ന് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെക്കൊണ്ടെങ്കിലും പറഞ്ഞതിനെ പറയിപ്പിക്കില്ലേ. അതായത് അങ്ങനെ അതെന്ന് പറഞ്ഞ് നടക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരുമ്പം ചിലപ്പം പ്രേമം വരെ വേണ്ടെന്ന് വെക്കാൻ, പ്രണയം വരെ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കാം. അത് പിന്നെ നാളെ അവർക്കൊരു ബുദ്ധിമുട്ടാവൂലേ. ഒരാളുമായിട്ട് റിലേഷനിലായി അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് അവരുടെ വീട്ടുകാർ പറയും അവന് ജോലി ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവന് ജോലി ഉണ്ടാന്ന് ചോദിക്കുമ്പം അവൻ സിനിമേൻ്റെ പിറകെ നടക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓ സിനിമേൻ്റെ പിറകെ നടക്കുവാണല്ലേ, അപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലെന്ന് അവർ ചിന്തിക്കും, അവരത് എതിർക്കും. എന്താ പറയുക,
ചിലപ്പോൾ ആ കുട്ടിക്ക് അപ്പോൾ ആ സമയത്ത് അവരെ കൂടെ നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി വരേണ്ടി വരും. ഇറങ്ങി വന്ന് രണ്ടുപേരുടെയും പരിപാടി കഴിഞ്ഞു. ഇറങ്ങി വരുന്ന ആളുടെ ലൈഫും പോവും, ആഗ്രഹങ്ങൾ എടുക്കുന്ന ആളുടെ ലൈഫും പോവും, 2 ലൈഫും പോവും. അപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ വയ്ക്കുന്നത്? നേരത്തെ ചിന്തിച്ചു, പ്ലാനൊക്കെ നേരത്തെ ചെയ്തു. ജീവിതത്തെക്കുറിച്ച് നല്ലൊരു പ്ലാനുള്ള ഒരാളാണെന്നൊക്കെ. പ്ലാനല്ല, ഞാൻ അതൊരു പ്രഷർ ആയിട്ടാണോ നിങ്ങൾ എടുക്കണേ? ശരിക്കും പ്രഷറായിട്ടൊന്നുമല്ല, പിന്നെ അതൊരു വിഷമാവൂലേ കുറച്ച് കഴിയുമ്പോൾ, പെയിൻ ആവൂലേ? ഒരു നിമിഷമെങ്കിലും ഒരാൾക്ക് അതൊരു പെയിൻ ആയിപ്പോവില്ലേ? അതുകൊണ്ട് അത് വേണ്ട. കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സെറ്റായി ലൈഫൊക്കെ ഒന്ന് പച്ച പിടിക്കുമ്പം അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എനിക്കിഷ്ടമാണെങ്കിൽ ചിലപ്പോൾ നോക്കാം. ലൈഫിൽ ആദർശം പഠിച്ചൊരു പാഠം എന്താ? ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. എടുത്ത് ആടി തീരുമാനം എടുക്കരുത്, അത് കണക്ക് തന്നെ എന്താ പറയുക, അങ്ങനെ അതൊക്കെ തന്നെ. എടുത്ത് ആടി തീരുമാനം എടുക്കരുത്, ആരെയും വിഷമിപ്പിക്കരുത്, സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യം എപ്പോഴും നോക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ സ്വന്തം കാര്യം കൂടെയൊക്കെ നോക്കുക, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക അല്ലേ? നല്ല വിദ്യാഭ്യാസം. എല്ലാവരും പഠിക്കാൻ പോകുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീട്ടുകാർ ഇപ്പോഴത്തെ ടൈമിൽ വീട്ടുകാർ പറയുന്ന ആ ഒരു ഏജുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കും ഇഷ്ടമല്ലായിരുന്നു ആ ടൈമിൽ. എൻ്റെ അടുത്ത് പഠിക്കാൻ പറയുന്നതും ബൈക്കിൽ സ്പീഡിന് പോകരുതെന്നൊക്കെ പറയുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നീ ആര് പറയണമെന്നൊക്കെ ഞാൻ അപ്പം മനസ്സുകൊണ്ട് ചിന്തിക്കുമായിരുന്നു. പിന്നെ ഒരു പ്രായമാകുമ്പോൾ, നമുക്കൊരു പ്രായമാകുമ്പോൾ അത് മനസ്സിലാവും. അവർ പറഞ്ഞത് നല്ല കാര്യങ്ങളാണെന്നും അത് നമുക്ക് മനസ്സിലാവും. അത് മുൻകൂട്ടി ചിന്തിക്കുക, നല്ലോണം പഠിക്കുക, നല്ല വിദ്യാഭ്യാസം എടുക്കുക, നല്ല ജോലി മേടിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. അല്ല ഞാൻ 2K ആണ്. അനുഭവങ്ങൾ വരുമ്പോ പഠിക്കുമല്ലോ എല്ലാരും. മെച്ചൂരിറ്റി അല്ല ഇത് നമ്മൾ പറയല്ലോ, തന്തവൈബ് എന്ന് പറയുമ്പോ അത് തന്തവൈബ് അല്ല, മെച്ചൂരിറ്റി ആണ് നമ്മൾ പറയുമ്പോൾ സ്റ്റേജിലേക്ക് വന്നല്ലോ. ഇതൊക്കെ തന്തവൈബ് എന്ന് തന്നെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന ടൈം വരും. അപ്പൊ അവര് വിഷമിക്കും. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ പണിയാണ്. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാൾ ഇംഗ്ലീഷ് നേരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കേൾക്കേണ്ടി വരും. എൻ്റെ അടുത്തൊക്കെ എനിക്കൊക്കെ അടുത്ത് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ. ഇംഗ്ലീഷിലൊക്കെ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെ പ്രൊമോഷനല്ല, അല്ലാതെ തന്നെ എനിക്കൊരു സാറുണ്ടായിരുന്നു. പുള്ളിക്കാരെ കണക്ക് പഠിപ്പിച്ചല്ല, പുള്ളി അടിപൊളിയാ. പുള്ളി ഇത് കണക്ക് എൻ്റെ അടുത്ത് പുള്ളിയുടെ ഡ്രൈവറായിട്ട്, പുള്ളി ഡയറക്ടറാണ്, പുള്ളിയുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തപ്പോൾ പുള്ളി രാവിലെ പുള്ളിക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കണം. അപ്പൊ ഞാൻ കൊടുക്കൂല. പുള്ളി ഇങ്ങോട്ട് വരും ഫുഡ് മേടിക്കും. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഹലോ മിസ്റ്റർ ആദർശ്. അപ്പൊ ഞാൻ സാർ എനിക്ക് ഉറക്കത്തിനൊക്കെ എഴുതിക്കുന്നൊക്കെ പുള്ളി എൻ്റെ അടുത്ത് എന്താടാ കിടന്ന് ഉറങ്ങുന്നേ? അപ്പൊ ഞാൻ സാർ എന്താ ഇവിടെ? എനിക്ക് വിശക്കുന്നിടാ, ഞാൻ ഫുഡ് കഴിക്കാൻ. ഞാൻ നീനി വരണ്ട. അപ്പൊ ഞാൻ സോറി സാർ. എന്നിട്ട് എന്ത് ഉത്തരവാദിത്തമില്ലാത്ത പയ്യനാണോ? പുള്ളി അടിപൊളിയാ, സംസാരമൊക്കെ സാർ. പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് ലൈഫ് ഈസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് അങ്ങ് തുടങ്ങി. ഇങ്ങനെ പെന്തറത്തൊക്കെ അടിച്ചിട്ട് ബ്യൂട്ടിഫുൾ ഡ്രാ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് അടിപൊളിയായിട്ട് പറഞ്ഞു തന്നത്. ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നല്ലോണം സംസാരിക്കാം. അല്ല, ഇംഗ്ലീഷ് ഒന്നും അവർ പഠിക്കാതിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പഠിക്കേണ്ട സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ രാജുചേട്ടനോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു 10 വർഷം കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ സക്സസ് ആയിട്ട് ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ആദർശ് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു? എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു വെച്ചേക്കുന്നത്, എനിക്ക് ഞാൻ ഈ ഡയറക്ഷനും കാര്യങ്ങളൊന്നും പഠിക്കാൻ പോയിട്ടില്ല. അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു നല്ലൊരു ആക്ടറാവും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അഹങ്കാരം പറയുന്നല്ല, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് കണക്കാണ് എനിക്കൊരു കഥ ഉണ്ടാക്കാനും, നല്ലൊരു കഥ ഉണ്ടാക്കാനും, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു സിനിമ, നല്ലൊരു ആക്ടർ, സക്സസ്ഫുൾ അല്ല അങ്ങനെ ഞാൻ പറയാം, സ്റ്റാർ അങ്ങനെയല്ല, ഇല്ല അങ്ങനെയല്ല. എനിക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറും സക്സസ് അല്ല അവക്കൊള്ളാം, പാവം, അല്ലെങ്കിൽ ഓക്കെ അവന്റെ കഥ കണക്ക് നല്ലതാണ്, അങ്ങനെ പറയുന്ന ഒരു ആക്ടറും ഡയറക്ടറും ആവും എന്നെനിക്ക് ആഗ്രഹം. അങ്ങനെ കോൺഫിഡൻസ് എനിക്ക്. സിനിമ ഡയറക്റ്റ് ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എന്റെ ഡയറക്ഷനാണ്. എനിക്കത് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ വരുന്നതാണ് എന്റെ സിനിമ. എന്റെ മനസ്സിൽ ഞാൻ കണ്ട വിഷ്വൽസ് ആണ് നിങ്ങൾ എല്ലാവരും റീൽസിൽ കൂടെ കാണുന്നത്.
എൻ്റെ മനസ്സിൽ എല്ലാവരും ആ ക്യാരക്ടർ അഭിനയിച്ച് കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അവർക്ക് എത്തിക്കും, അവരത് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കാനൊന്നും പോയിട്ടില്ല. അത് എനിക്ക് ഏതെങ്കിലും എനിക്ക് ബേസിലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. വിനീതേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ തുടങ്ങിയിട്ട്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേരെ. വിനീതേട്ടൻ്റെ പാട്ടുകളും ഡയറക്ഷൻ എല്ലാം ഇഷ്ടം. അപ്പോൾ എനിക്ക് അവരുടെ പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് വേണമെന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെറിയൊരു ചാൻസ് ആയപ്പോലും അവിടെ ഞാൻ ആ സെറ്റിൽ എന്തെങ്കിലും ജോലി ചെയ്ത് എനിക്ക് അവരുടെ ഡയറക്ഷൻ കണ്ടു പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലാതെ എന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെയൊന്നും അല്ല. എനിക്ക് അതിൽ എന്ത് ജോലിയായാലും അവർ തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് അവരുടെ കൂടെ നിന്ന് എനിക്ക് സിനിമ പഠിക്കാൻ പോലുള്ള സാഹചര്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ കൂടെ നിന്ന് അവരുടെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമുള്ള അവരെ കാര്യങ്ങൾ കണ്ടു പഠിച്ചാൽ മതി. എനിക്കത് കണ്ടുപഠിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് വെബ് സീരീസും ഷോർട്ട് ഫിലിമൊക്കെ സ്റ്റോറി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 സ്റ്റോറി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നല്ല സ്റ്റോറികളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ അവരെ കാണാൻ പോകും. എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ കോൺടാക്ട് ഒപ്പിച്ച് അവരെ കാണാൻ പോകും, അവരുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുമായിരിക്കും. ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള ആളാണ്. ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം, എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യം, കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആവും, അല്ലെങ്കിൽ ഇത് ചെയ്യും, ഞാൻ അടിപൊളിയാണ്. ഓൾറെഡി ഇത് പറയാറുണ്ടെന്ന് തോന്നുന്നല്ലേ? ആരൊന്നും പറഞ്ഞില്ലെങ്കിലും കണ്ണാടി നോക്കി ഞാൻ സൂപ്പറാണ്. അല്ല, അങ്ങനെയല്ല, കോൺഫിഡൻസ് ഓവറായി പോരുതാ മതി, അത്രേ ഉള്ളൂ. എല്ലാവരും ബാലൻസ് ചെയ്ത് നിർത്തിയാൽ മതി. നമ്മളെപ്പോലെ നമ്മൾ മാത്രല്ലേ ഉള്ളൂ, അല്ലേ? എന്റെ ഈ വയസ്സുള്ള ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ എന്തിനു മേടിക്കണം? അതെ, എന്നെ പോലെ ഞാനുള്ള ടാലന്റ് അല്ല. അയ്യോ, അങ്ങനത്തെ പറയില്ലേ. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന സിനിമ ഡയറക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും 10 വർഷത്തിനുള്ളിൽ ഇതാണ് മെയിൻ? സിനിമ ഡയറക്ഷൻ ആയി പോകണം, ഇത്രേ ഉള്ളൂ. സോ ഞങ്ങളും കാത്തിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള, ഓഫ് കോഴ്സ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പലരും ആഗ്രഹിക്കുന്നത് ചിലപ്പം ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേഷനിലെ ആൾ ഇത്രയും ഫോളോവേഴ്സ് വരിക, ഇത്ര ആളുകളിലേക്ക് എത്തുക എന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന് ആദർശ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആദർശ് ചിന്തിക്കുന്ന ലെവലില് ഇനിയും സമയമുണ്ട്. എനിക്കിത് സക്സസ് ആണെന്ന് തോന്നിയിട്ടില്ല, പക്ഷേ എല്ലാവർക്കും അത് ഭയങ്കര വലിയ കാര്യം. എനിക്ക് ഞാൻ എത്തിപ്പെടുന്ന സ്ഥലത്ത് എത്തിയാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എനിക്ക് എത്തിയാൽ മാത്രമേ അത് സക്സസ് എന്ന് പറയാൻ പറ്റൂ. സക്സസ് എനിക്ക് സന്തോഷമാവുള്ളൂ, എൻ്റെ മനസ്സ് സന്തോഷമാവുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ആ സാധനം കിടക്കും. എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും സിനിമ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സിനിമ ഭ്രാന്തനാണ് ഞാൻ, സത്യമായിട്ടും. എപ്പോഴും അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അത് നടക്കുമായിരിക്കും, എപ്പോഴും എനിക്ക് അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും, അല്ലേ? ഇതിപ്പോ ഡയറക്ഷൻ ഇന്നാൾ 2 പേരുടെ പേര് പറഞ്ഞു, ബേസിൽ ചെയ്തേട്ടൻ. ആക്ടർ എന്ന രീതിയിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യണം? എല്ലാവരുടെ കൂടെ ഉണ്ടാവും, എങ്കിലും ആരുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ എനിക്ക് മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപ്, ഇവരൊക്കെ നമ്മൾ മാറ്റി നിർത്തും. കാര്യം ഇവരൊക്കെ നമ്മുടെ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ കൊന്നു ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? അതൊന്നും ഇനി ഒരാൾക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റത്തേ ഇല്ല. കാര്യം അതിന്റെ എക്സ്ട്രീം ലെവലിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ആരും ചെയ്യുന്നില്ലെന്നല്ല, എനിക്ക് പക്ഷേ എനിക്ക് ഒരു ആക്ടിങ് സ്റ്റൈൽ, എനിക്ക് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരന്റെ ഒരു ചിരി ആയാലും, പുള്ളിക്കാരന്റെ കണ്ണു പോണതായാലും, അടിയൊക്കെ കൊണ്ടുള്ള റിയാക്ഷനൊക്കെ ഉണ്ട് പുള്ളിയുടെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അഭിനയത്തിൽ ഞാൻ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് പ്രിപ്പയർഡ് ആവുന്നത്. ആസിഫിക്കയുടെ ആക്ടിങ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി പെരുമാറുന്ന രീതിയായാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പുള്ളിയൊക്കെ കണ്ട് പഠിക്കാൻ പറ്റിയ ഒരാളാണ്. പുള്ളി ചെയ്യുന്ന അടിപൊളിയാണ്. പുള്ളി കാണാനൊന്നും പറ്റിയിട്ടില്ല. പുള്ളിയുടെ അഭിനയിക്കണമെന്നല്ല, എനിക്ക് പുള്ളി അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ദിലീപേട്ടന്റെ ഓരോ ദിലീപേട്ടന്റെ ചക്കരവത്ത് സിനിമ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. വേഷങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചക്കരവത്ത്, ദിലീപേട്ടൻ, കുഞ്ഞിക്കൂനൻ, അങ്ങനത്തെ ക്യാരക്ടർ റോളുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നായികയായിട്ട് ഒരാൾ വരണമെങ്കിൽ സത്യമായിട്ടില്ല, അങ്ങനെ ആരുമില്ല എനിക്ക്. അങ്ങനെ ആരുമില്ല. ഞാൻ ഇതൊരിക്കലും അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു. എനിക്ക് അങ്ങനെ നായികമാരുടെ അടുത്ത് എനിക്ക് മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമാണ്. അവന് മഞ്ജു പിള്ള ഭയങ്കര ഇഷ്ടമാണ്. ഉർവശി ഭയങ്കര ഇഷ്ടമാണ്. ശോഭന, അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സിന്. കല്യാണി പ്രിയദർശൻ, അല്ല അങ്ങനെയല്ല, ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഈ ഒരു ലോക സിനിമ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം.
അതിനു മുമ്പ് ഞാൻ പുള്ളിക്കാരുടെ പടങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ലായിരുന്നു, ചെയ്യില്ലായിരുന്നു. എനിക്ക് എല്ലാവരെയും പോലെ ഒരു പക്ഷേ ഈ സിനിമയ്ക്കകത്ത് നമ്മളെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ 2 ദിവസം പുള്ളിക്കാരി മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ നടക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു സൂപ്പർ അല്ല സൂപ്പർ, അത് പുള്ളിക്കാരൻ നല്ലോണം ചെയ്ത അവന്റെ പുള്ളിക്കാരുടെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ എനിക്ക് പിന്നെ നമ്മുടെ സുരഭി മാം ഉണ്ടല്ലോ, നമ്മുടെ ARM, അടിപൊളി ആക്ടറാണ്. അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളു. ഇവരുടെ കൂടെ അഭിനയിക്കണം എന്നല്ല, എനിക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല എല്ലാരും കൂടെ അഭിനയിക്കണം എന്നല്ല, എനിക്ക് പൈസ കൊടുക്കണ്ടല്ലോ, എനിക്ക് എല്ലാവരും അഭിനയിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വെച്ചാൽ ചിലപ്പോ നടന്നാലോ, അപ്പൊ ഞാൻ നടക്കും, ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിടും. അല്ലെ അവരെ കൂടെയൊക്കെ അഭിനയിക്കണം എന്നല്ല ആഗ്രഹം, അഭിനയിക്കണം എന്നല്ല, അവരെയൊക്കെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നീറ്റായിട്ടില്ല അവർ അഭിനയിക്കുന്നത്. പിന്നെ ആരാ, ഫഹദ് ഫാസിൽ, ടോനോ, അവരൊക്കെ അടിപൊളിയാണ്, എല്ലാരും ഇഷ്ടമാണ്. നല്ല ആക്ടേഴ്സിനെ ആർക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് ഇവരെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. മലയാള സിനിമയിൽ ആരാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരാളുടെ പേരെടുത്ത് പറയാൻ ഇന്ന് പറ്റൂല, കാര്യം എല്ലാവരും നല്ലോണം അഭിനയിക്കും. നസ്ലിൻ എല്ലാവരും നല്ലോണം അഭിനയിക്കും, എല്ലാവരും ഇഷ്ടം. ഞാൻ പേഴ്സണലി ഞാൻ വിഷ് ചെയ്യുന്നോട് കുഴപ്പമില്ലല്ലോ, ഞാൻ വിഷ് ചെയ്യണേ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ ആദർശിന് വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്തു. അയ്യോടാ ഫേസിലെ എക്സ്പ്രഷൻ മാറി നോക്ക്. അവരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാൻ ജിങ്കാനയുടെ ഒക്കെ സെറ്റിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ആണോ? ഓ, ചാൻസ് വെച്ചൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയില്ല, കടക്ക് പുറത്ത് കിട്ടിയില്ല. വേറെ ഏതെങ്കിലും സെറ്റിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും അവസരം കിട്ടും എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയ ലാസ്റ്റ് ടൈം മിസ്സായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഷോർട്ട് ഫിലിം ഞാൻ വലിയൊരു വർക്ക് വന്നായിരുന്നു, നല്ലൊരു വർക്കായിരുന്നത്. അത് കിട്ടുമെന്ന് എനിക്ക് കാസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാനൊക്കെ പറഞ്ഞു, ഷൂട്ട് ചിലപ്പോൾ മറ്റന്നാ കാണും, നീ വരണമെന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് അവർ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, എനിക്ക് ശീലമാണ്, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും ആവില്ല. എനിക്ക് എൻ്റെ യൂട്യൂബ് ഉണ്ട്, ഞാൻ അതിൽ അഭിനയിക്കും. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇത് പോയാൽ ഒന്നുമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആദർശ് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ആക്ടിങ്ങിലായാലും ഡയറക്ഷനിലായാലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്കൊന്ന് ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ ആളുകൾ അത് സ്വീകരിക്കണേ, റൈറ്റ്? എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നുണ്ട്, എത്ര പേരുടെ റീച്ച് പോകുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഞാനും ആഗ്രഹിക്കുന്ന ഒരു സക്സസ്ഫുൾ, ഈ ആഗ്രഹം പോലെ സിനിമ എന്നൊരു സ്വപ്നം സാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സിനിമയുടെ പ്രൊമോഷനൊക്കെ എനിക്ക് വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ, ഞാനും വിഷ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് സംസാരിക്കാൻ പറ്റിയാലും പിന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും. ആദ്യത്തെ ടെൻഷനൊക്കെ പോയല്ലോ. ഇനി രണ്ടുപേരും പാട്ട് പാടിയാലോ? എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. ഇല്ല, അറിയില്ല, പാടാൻ അറിയില്ല, സത്യമായിട്ടും അറിയില്ല. പാട്ട് പാടുന്നത് ഞാൻ കണ്ട് പോടാ. അറിയാത്ത പരിപാടിക്ക് ഞാൻ നിക്കാറില്ല. ഇവൻ പാടും. ഓക്കെ, ശരി എന്നാ. താങ്ക് യു സോ മച്ച്. അപ്പം ആദർശിനെ സ്നേഹിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരോട് എന്താ ആദർശിന് പറയാനുള്ളത്? ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുക അവരോട് പറയാനുള്ളത് എന്താ പറയുക, എൻ്റെ വീഡിയോസ് ഇനിയും കാണണം, ലൈക്ക് അടിക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സിനിമയിലോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചെറിയ ആളാണോ വലിയ ആളാണോ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ എടുക്കണം, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അതുകൊണ്ട് നല്ലോണം ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ ശുഭദിനം. താങ്ക് യു സോ മച്ച്.